എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ വീഡിയോ നമ്മുടെ പോലീസ് സേനയെക്കുറിച്ചുള്ള ഒരു അവലോകനമാണ്. നമുക്കെല്ലാം അറിയാം, ഇപ്പോൾ സേനയിലുള്ള ഏതാണ്ട് 90% ആൾക്കാരും ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള സേനാംഗങ്ങളാണ്. അവൾ നല്ല രീതിയിൽ പബ്ലിക്കുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നല്ല സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നവരുമാണ്. എന്നാൽ ഇതിൽ ചില തുരുമ്പുകൾ ആ സേനയെ ഡീമോറലൈസ് ചെയ്യാൻ വേണ്ടി മനഃപൂർവ്വം കാട്ടിക്കൂട്ടുന്ന ചില കോലാഹലങ്ങൾ, അതിൻ്റെ ഒരു ഇതാണ് നമ്മളിപ്പോൾ പെറുക്കട പോലീസ് സ്റ്റേഷനിൽ നിന്നും അറിയുന്ന വാർത്തകൾ. ഒരു ദളിത് യുവതിയെ സ്റ്റേഷനിൽ തടഞ്ഞു വച്ച് അനാവശ്യമായ ചോദ്യം ചെയ്യലുകൾ, മാനസികമായി അവരെ വാക്കുകൾ കൊണ്ട് പീഡിപ്പിക്കുക, ദാഹജലം ചോദിക്കുമ്പോൾ കക്കൂശി പോയി കുടിക്കാൻ, ദാറ്റ് മീൻസ് മൂത്രം ഒഴിച്ച് കുടിക്കുക, അതാണ് അതിൻ്റെ ശരിക്ക്. എന്നാൽ ഈ പോലീസുകാരോടൊന്ന് പറയാനുള്ളത്, ഒന്ന് കേൾക്കുക. ഈ കാലന്മാരോട് പോലീസ് സേന ചെയ്യുന്ന ആ നല്ല പ്രവൃത്തികൾ, എത്രയോ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നു. അറിയാം, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പാലക്കാടിനടുത്താണ് ഒരു സ്റ്റേഷനിൽ ഒരു തള്ളയും 2 കുഞ്ഞുങ്ങളുമായി ചെല്ലുന്നു. ഞങ്ങൾക്ക് ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ല, കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കണം. അപ്പോൾ ആ സ്റ്റേഷനിലെ SIയും റൈറ്ററും എല്ലാം കൂടെ ചേർന്ന് അവർക്ക് ആഹാരം കൊടുക്കുന്നു. ഒപ്പം അവർക്ക് ഭക്ഷണം പാചകം ചെയ്യുന്നതിനുള്ള ഭക്ഷണ സാധനങ്ങൾ അവർ സ്റ്റേഷനിൽ നിന്ന് എല്ലാവരും കൂടെ ചേർന്ന് വാങ്ങി ആ ഭക്ഷണ സാധനവുമായി ആ തള്ളയെയും കുട്ടികളെയും വീട്ടിൽ കൊണ്ടാക്കുന്നു. ഇത് കേരള പോലീസ് ചെയ്ത പ്രവർത്തനമാണ്. ഒന്ന് മനസ്സിലാക്കണം. ചില കാട്ടാളന്മാരോട് പറയുകയാണ്. അതുപോലെ തന്നെയാണ് മറ്റൊരു സംഭവം ഉണ്ടായത്. ഒരാളെ അതിനിഷ്ഠൂരമായി റോഡിലിട്ട് മർദ്ദിക്കുന്നത് കണ്ടപ്പോൾ അത് തടയാൻ വേണ്ടി സ്വന്തം ആരോഗ്യത്തെയും സ്വന്തം സുരക്ഷയും മറന്നുകൊണ്ട് ആ മർദ്ദനം കിട്ടുന്ന ആളുടെ മുകളിൽ ഈ ഇൻസ്പെക്ടർ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അയാളുടെ മുകളിലൂടെ കിടന്ന് ആ മർദ്ദനത്തിൽ നിന്നും അവർ രക്ഷപ്പെടുത്തുന്നു. അതും കേരളത്തിലുള്ള ഒരു പോലീസ് ഇൻസ്പെക്ടറാണ്. എന്തിനു പറയുന്നു? ഒരു വനിതാ പോലീസ് കാണിച്ചത് ഒരു കൈക്കുഞ്ഞിന് പാൽ കൊടുക്കാൻ അവസ്ഥയിലായ അമ്മയുടെ കൈക്കുഞ്ഞിനെ ഒരു വനിതാ പോലീസ് വാങ്ങി ആ കുഞ്ഞിനു സ്വന്തം മുലയൂട്ടുന്ന കേരള പോലീസും കേരളത്തിലുള്ളതാണ്. അങ്ങനെ ഒട്ടനവധി നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആ പോലീസിനെ ഡീമോറലൈസ് ചെയ്യുന്ന കുറേ അവർ ഏതിനോട് ഉപയോഗിക്കാമെന്നറിയില്ല. ഇൻസ്പെക്ടർ, ഐ ഡോണ്ട് നോ, അതും ഒരു SI, വിവരമുള്ള SI, വിദ്യാഭ്യാസം ഇല്ലാതെ ഇവരാരെയും എടുക്കില്ല. അവരെ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് തിരിച്ചവരെ വീട്ടിൽ കൊണ്ട് രാത്രി 9-10 മണിക്ക് കൊണ്ടുപോയി അയൽവക്കക്കാരെല്ലാം ഇവർ കള്ളിയാണ്, മാലമോഷണത്തിന് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ നാട്ടുകാർ എതിർത്തിട്ടും ആ പോലീസുകാർ കേൾക്കാതെ ഇവരെ വീണ്ടും സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി അവിടെ ഫുൾ നൈറ്റ് ഇരുന്ന്. ഇതെല്ലാം നടന്നിട്ട് ദിവസങ്ങളായി. ഈ ഇടയ്ക്കാണ് ഇതെല്ലാം ഈ കാര്യങ്ങൾ പുറത്തു വരുന്നത്. പരാതിയുമായി ഈ ശശി എന്ന് പറയുന്ന ഈ മുഖ്യമന്ത്രിയുടെ ഒരു കഥാപാത്രം ഉണ്ടല്ലോ, അയാളുടെ അടുക്കൽ ചെന്നപ്പോൾ അത് കോടതിയിൽ പോകാൻ പറഞ്ഞു, മൈൻഡ് ചെയ്തില്ല. ഇവിടെ വേടൻ്റെ പരിപാടിയും കണ്ട് വേടനെ ആശംസിച്ച മുഖ്യമന്ത്രിയുടെ വകുപ്പാണ് ഈ കാട്ടിക്കൂട്ടിയത്. ഈ പെരൂർക്കടയിലെ പോലീസുകാർ കാട്ടിക്കൂട്ടിയ ആവാസത്തലങ്ങൾ. ഇവർക്കെന്താ, കൂടിപ്പോയാൽ അവർ ആൾറെഡി സസ്പെൻഷനാണ്. ഇവർക്ക് സസ്പെൻഷൻ ആയിക്കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. അത് കുറച്ച് കഴിയുമ്പോൾ ആ കേസൊക്കെ പോയി പൂർവാധികം ശക്തിയോടെ സസ്പെൻഷൻ പീരീഡുള്ള ശമ്പളമായിട്ട് അവർ തിരിച്ച് കയറും. ഇതായിരിക്കരുത് വേണ്ടത്. ഇനിയെങ്കിലും ഇങ്ങനെയുള്ള കാട്ടാളന്മാരെ നിറയ്ക്ക് നിർത്തണമെങ്കിൽ ഓൺ ദ സ്പോട്ട് തന്നെ അവർ തെറ്റ്
തെറ്റുകാരെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ അവരെ ഡിസ്മിസ് ചെയ്യുക. അവർക്ക് മറ്റൊരു ഗവൺമെൻറ് ജോലിയിലും പ്രവേശിക്കാൻ പാടില്ലാത്ത രീതിയിലുള്ള ഒരു സംവിധാനം ഉറപ്പുവരുത്തണം. അങ്ങനെയുള്ളൊരു നിയമങ്ങൾ പാസ്സാക്കുക. മനസാക്ഷിയുള്ള മുഖ്യമന്ത്രിയാണെങ്കിൽ, മനസാക്ഷിയുള്ള പ്രതിപക്ഷങ്ങളാണെങ്കിൽ ചേർന്ന് ഇങ്ങനെ ഒരു ആക്ഷൻ എടുക്കുക. ഇത് വളരെ ആവശ്യമാണ്. അറ്റ്ലീസ്റ്റ് മറ്റുള്ള പോലീസിനെ സമാധാനമായിട്ട് അവർക്ക് ജോലി ചെയ്യാൻ പറ്റും. ഒരു കൂട്ടർ ചേപ്പോട്ട് 95% ആൾക്കാരും അവരുടേതായ ജോലി ചെയ്ത് അവരുടെ കർത്തവ്യങ്ങൾ നിർവഹിച്ചു വരുമ്പോൾ ഒരു 5% ഇങ്ങനെയുള്ള ഒരു വൃത്തികെട്ടവന്മാർ ഈ യൂണിഫോം ഇട്ട് ആ യൂണിഫോമിൻ്റെ പേര് കളയാനും ആ പോലീസിൻ്റെ പേര് കളയാൻ വേണ്ടി പ്രവർത്തിച്ചാൽ ഇവരെ വീണ്ടും വച്ച് ശമ്പളം കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാര്യം ഇവർക്ക് പല സപ്പോർട്ടും കാണും. രാഷ്ട്രീയക്കാർ കാണും, യൂണിയൻകാർ കാണും. എന്തു കോമാളിത്തരം കാണിച്ചാൽ ഇവരെ സംരക്ഷിക്കാൻ ആൾക്കാരുണ്ടെന്നുള്ളൊരു ഹുങ്കുള്ളവരാണ് ഇത്രയും പോക്കത്തരം കാണിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ അതുമല്ല, ഒരു ദളിത് യുവതി ഹൂവർ ഇറ്റ് മേ ബി, ആരും ആയിക്കോട്ടെ, ഏത് യുവതി ആയിക്കോട്ടെ, പക്ഷേ അവരെ കൊണ്ട് ഇങ്ങോട്ട് ചോദ്യം ചെയ്യുന്ന രാത്രി കാലങ്ങളിൽ ഉറക്കാൻ അവരെ സ്വൈരം കെടുത്തി അവരെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തലും തെറിപറിച്ചിലായിട്ടിരിക്കുമ്പോൾ ഇതിലെന്തും മനുഷ്യത്വമാണുള്ളത്? ഇനി ആ കേസ് കൊടുത്ത സ്ത്രീക്കെതിരായിട്ട് പോലീസ് ഇതുവരെയും കേസെടുത്തില്ല. ശരിക്കും അവരെയല്ലേ പിടിച്ച് അകത്തിടേണ്ടത്? അത് കിട്ടിയെന്ന് വെച്ചാൽ അവർ പോയി മാപ്പ് പറയുകയോ അല്ലെങ്കിൽ അവർക്കൊണ്ട് അത് ചെറുതായിട്ടുള്ള ശിക്ഷ അവർക്കും ലഭിച്ചിരിക്കണം. ഇവരെ പിടിപ്പിച്ചില്ല, ഇത്ര ദിവസം അവരെ പിടിപ്പിച്ചില്ലേ? കഷ്ടപ്പെട്ട് ഒരു കൂലിപ്പണിക്ക് പോണ ഒരാളുടെ വരുമാനം കൊണ്ട് സാധിക്കാതെ 2 കുട്ടികളെ പഠിപ്പിക്കണം, അതിൻ്റെ ആഗ്രഹം കൊണ്ട് അവർ വീട്ടു ജോലിക്ക് പോയി ആ വരുമാനം കൊണ്ട് പിള്ളേരെ പഠിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ ഒരു കൊടിയ പീഡനം ഏൽക്കുക എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ രാജ്യത്ത് ഇങ്ങനെയൊക്കെ ആണോ? അതും പോലീസിൽ നിന്ന് ഇതൊക്കെയാണോ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? പോലീസെന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ എല്ലാവർക്കും, നല്ലവർക്കും മോശപ്പെട്ടവർക്കും എല്ലാവർക്കും കയറി ചെല്ലേണ്ട ഒരു സ്ഥലമാണ്. മുൻകാലങ്ങളിൽ പോലീസ് എന്നുള്ള ഭയമാണ്, പക്ഷെ ഇപ്പോഴും ഭയമില്ല. കുറച്ച് ലോജിക്കാണ്, കുറച്ചിനാണ്. ബട്ട് അവിടെയും ചില കുഴിത്തുരുമ്പുകൾ കയറിയാണ് ഈ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന പോലീസ് സേനയുടെ വീര്യം കെടുത്തുക, അവരെ മോശമാക്കി കാണുക, ഇവരൊരു അതിശയപ രീതിയിൽ പബ്ലിക്ക് കാണുന്ന രീതിയിൽ ഈ ചില പോലീസുകാരുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാകുക. പ്രത്യേകിച്ച് റാങ്ക് കൂടുന്നവർക്ക് പണിഷ്മെൻറ്റ് കൂടിയിരിക്കണം. ഒരു സാധാരണ പോലീസ് പോലെ അല്ല ഒരു സ്റ്റേഷനിൽ ഒരു ഗ്രേഡ് എസ് ഐ എന്ന് പറയുന്നത്. കുറച്ച് റെസ്പോൺസിബിലിറ്റി ഉള്ള ആളാണ്. അവരൊക്കെ ഇങ്ങനെ കഴിച്ചാൽ ഇവരെന്താ ഈ തെറി വിളിക്കലാണ് ഇവരുടെ മെയിൻ ഇത്. ഈ മോഷണം കണ്ടുപിടിക്കേണ്ട വേറെ ഒത്തിരി വഴികളുണ്ടല്ലോ. ഇത്രയും ദിവസം വരെയും ഇതെന്തിന് ഈ കേസിനെക്കുറിച്ച് ഒരു അറിവും പുറത്തു വന്നില്ല? അത് മാന്യതയുള്ളൊരു സ്ത്രീയെന്ന് ഞാൻ പറയുള്ളൂ, ബിന്ദു എന്ന് പറഞ്ഞ ലേഡി. കാരണം അവർ പലയിടത്തും പോയി മുട്ടിയെങ്കിലും ഒരു വാതിലും തുറന്നില്ല. ഇപ്പോൾ അവരുടെ വീട്ടിൽ മന്ത്രിമാരും ഭരണപക്ഷവും പ്രതിപക്ഷവും ഒക്കെ ഇങ്ങനെ കയറിത്തിരിക്കുകയാണ്. ഇപ്പോൾ ഇതാകാം, എല്ലാം ഇപ്പം നടത്തും, നമുക്കിപ്പോൾ ശരിയാക്കാം. എന്ത് ശരിയാക്കാൻ? അത് പണ്ട് ഒരു സിനിമയിൽ കുതിരവട്ടം പപ്പു ഈ ട്രാക്ടർ ശരിയാക്കുമ്പോൾ അത് ശരിയാകത്തില്ല, ഓടത്തില്ല, ഇപ്പം ശരിയാക്കാം എന്ന് ഈ കുതിരവട്ടം പപ്പു പറയുന്ന പോലെ ഇവിടെ പ്രതിപക്ഷവും ഭരണപക്ഷമൊക്കെ കണക്കി മന്ത്രി അവരൊക്കെ പോയി എല്ലാം പറയും. എന്ത് ചെയ്യാനും ഒന്നും ചെയ്യില്ല. അത് ചുമ്മാ ഒരു കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയുള്ള ഒരു പത്രാസ് വേല, ഒരു ഗിമിക്സ് വേലയാണ്. സാധിച്ചാൽ തൻ്റെ ഇടം ഉണ്ടെങ്കിൽ ഇവിടുത്തെ ഭരണപക്ഷി മന്ത്രിമാരും പോലെ എന്തുകൊണ്ട് റെസൊല്യൂഷൻ ഒരു പാസ്സാക്കിക്കൂടാ? ഇങ്ങനെ കാണിക്കുന്ന പ്രത്യക്ഷത്തിൽ അവർ കുറ്റക്കാരൻ തെളിഞ്ഞാൽ ഈ സസ്പെൻസ് എന്നുള്ള പരിപാടി ഒഴിവാക്കി ഡിസ്മിസ് ആക്കുക. അപ്പോൾ ആൾക്കാർ കുറച്ചൊന്ന് ഇത് ചെയ്യും. കാരണം ഇവർക്ക് ഈ കാക്കിയിടുമ്പോൾ എന്ത് താന്തോന്നിത്തരം കാണിക്കാമെന്നുള്ളൊരു ഹുങ്ക് വരുന്നത് അതല്ല. നല്ല പോലീസുകാരുണ്ട്, നല്ല ജോലി ചെയ്യുന്നവരുണ്ട്, അവരെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം. ഇങ്ങനെയുള്ള അലവലാദികളെ എന്നെടുത്ത് കളയണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് ദയവ് ചെയ്ത് എനിക്കൊരിക്കൽ കൂടി ഈ 2 കൂട്ടരോടും ഭരണപക്ഷവും പ്രതിപക്ഷത്തോടും ഒന്ന് പറയുന്നു, സാധിച്ചാൽ നിങ്ങൾ ഇതിനൊരു റെസൊല്യൂഷൻ ഉണ്ടാക്കുക, ഒരു നിയമം പ്രാബല്യത്തിൽ വരുത്തുക. വളരെ മോശമായി ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള വൃത്തികേടുകൾ ചെയ്യുന്ന ആൾക്കാരെ സസ്പെൻഷൻ എന്നുള്ളത് മാറ്റിക്കളയുക, അതിനെ ഡിസ്മിസ് ആക്കുക. എന്തിനാണ് ഇവരെയൊക്കെ ഈ പാവം പിടിച്ചവരുടെ നികുതി പണം വാങ്ങി തീറ്റി പോറ്റുന്നത്? ബുദ്ധിമുട്ടിയാണ്. ഇവർക്ക് ശമ്പളം കൊടുക്കണ്ടേ? ഈ ശമ്പളം കൊടുക്കുന്നത് നമുക്ക് സ്വർഗം എന്ന് പറയുന്നില്ല, അധ്വാനിച്ച് ജനവിഭാഗം കിടന്ന് കഷ്ടപ്പെട്ട് അതിൻ്റെ നികുതി വിഹിതം വാങ്ങിയിട്ടാണ്
ഇവർക്ക് ശമ്പളം കൊടുക്കുന്നു, ഇവർ ശമ്പളം വാങ്ങുന്നു. അത് അധാർമികത കാണിച്ചു കഴിഞ്ഞാൽ ഇവരാർക്ക് അംഗീകരിക്കാൻ പറ്റും? സോ ഇനിയെങ്കിലും അങ്ങനെയുള്ള സംവിധാനം ഉണ്ടാകാൻ പാടില്ല. സോ പ്ലീസ് നമ്മുടെ ഈ മുഖ്യമന്ത്രിയോട് ഒന്ന് റിക്വസ്റ്റ് ചെയ്യാണ്, നിങ്ങൾ ഇതിന് ഇമ്മീഡിയറ്റായിട്ട് ഒരു പ്രായോഗികമായ ഒരു ഡിസിഷൻ എടുക്കുക. അതാണ് ഏറ്റവും വേണ്ടത്. പാവപ്പെട്ടവർക്ക് നീതി ഉറപ്പാക്കുക, നല്ല പോലീസുകാർ നല്ല രീതിയിൽ വർക്ക് ചെയ്യാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുക. ഈ കീടങ്ങളെ എവിടെ ഉണ്ടാക്കിയാലും അവരെ ഈ കീടങ്ങളെ ഒന്ന് മോണിറ്റർ ചെയ്യാൻ വേണ്ടി മഫ്തി ഡ്രഗ്സ് എന്തെങ്കിലും ഇവരുടെ മൂവ്മെൻറ്റ്സ് നോക്കി അവരെ കണ്ടുപിടിച്ച് ആദ്യം ഒരു വാണിംഗ് കൊടുക്കുക, സെക്കൻഡ് വാണിങ്ങിന് ഡിസ്മിസ് ചെയ്യുക. അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കി ഒരു ശുദ്ധീകരണം ചെയ്യാൻ ശ്രമിച്ചാലും. കാണാം മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.